തീയിൽ ചുട്ട മാംസം ഭക്ഷിക്കണം. കയ്പ് ചീര എന്ന് പറയുന്നത് പാപവിഷം ഇറങ്ങണമെങ്കിൽ കയ്പ് ചീര ഭക്ഷിച്ചേ മതിയാകുള്ളൂ. നമുക്ക് കയ്പ് ചീരയായി വേദപുസ്തകത്തിൽ കർത്താവ് തന്ന വചനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 9:23 ലൂക്ക് 9:23. ലൂക്കോസിന്റെ സുവിശേഷം 9:23 പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ കർത്താവിനെ പിൻപറ്റുവാൻ ഇറങ്ങി തിരിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം, നാൾതോറും അവരവരുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ പിൻപറ്റണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കും? രോഗസൗഖ്യം മാറും, രോഗശാന്തി ഉണ്ടാവും, വീട്ടിലെ പ്രശ്നങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞാണ് ഇന്ന് അനേകർ കർത്താവിലേക്ക് ആളുകളെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. അത് തെറ്റായ മാർഗമാണ്. എന്തെങ്കിലും ലഭിക്കേണ്ടതിന് വേണ്ടിയല്ല ക്രിസ്തുവിലേക്ക് വരേണ്ടത്, തങ്ങൾക്കുള്ളതുകൂടെ ത്യജിക്കുവാൻ മനസ്സായ അനുഭവത്തിലാണ് വരേണ്ടത്. എന്തെങ്കിലും പ്രാപിക്കുവാനുള്ള മനസ്സോടുകൂടി ആരെങ്കിലും കൊണ്ടുവന്നാൽ കുറച്ച് കഴിഞ്ഞ് അവർക്ക് ഉദ്ദേശിക്കുന്നത് കിട്ടാതെ ലഭിക്കുമ്പോൾ അവർ നിരാശരായിത്തീരും. പ്രിയമുള്ളവരെ, യേശുവിനെ ഒരാൾ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. അവൻ്റെ യുദ്ധങ്ങൾ ആരംഭിക്കുകയാണ്. അതിനു മുൻപ് സാത്താൻ അവരെ കഷ്ടപ്പെടുത്തി പ്രയാസപ്പെടുത്തിയെങ്കിലും രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം വരുന്ന യുദ്ധങ്ങൾ വളരെ അധികമാണ്. ഇത് മനസ്സിലാക്കാതെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിഞ്ഞ് പിന്മാറിപ്പോകും. അതൊരു കർത്താവായ യേശുവിനെ നാം ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ബട്ടറും ജാമും പുരട്ടി ആകർഷകമായ രീതിയിലല്ല കൊടുക്കേണ്ടത്, കയ്പ് ചീരയോടുകൂടെ കൊടുക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെന്ന് പറയുമ്പോൾ നിന്ദിക്കപ്പെട്ടവനായ ക്രിസ്തു, എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനായ ക്രിസ്തു, സ്വന്തം ശിഷ്യന്മാർ പോലും ത്യജിച്ചവനായ ക്രിസ്തു, നഗ്നനായി കിടക്കേണ്ടി വന്നവനായ ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിനെ പിൻപറ്റാൻ ഒരാൾ തീരുമാനിക്കുമ്പോൾ ഇതെല്ലാമാണ് മുൻപിൽ ഉള്ളതെങ്കിൽ അവന് പിന്നെ വരുന്ന പ്രയാസങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുക മാത്രമേ ഉള്ളൂ. അല്ല, ബട്ടറും ജാമും കൊടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പാസ്റ്റർ, കർത്താവിദാസന്മാർ, നിങ്ങളുടെ തലവേദന മാറത്തില്ല. ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എനിക്കിതായി അതായി ഇന്ന പ്രയാസങ്ങളായി. എന്നാൽ ക്രിസ്തുവിനെ പിൻപറ്റിയാൽ കയ്പ് ചീരയാണ് ആദ്യം അവർ കൊടുക്കുന്നത്. നിങ്ങൾക്കെല്ലാം ത്യജിക്കണം എന്നുള്ളതാണ് നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നതെങ്കിൽ ക്രമേണ അതിനുവേണ്ടി അവർ ഒരുക്കമുള്ളവരായിത്തീരും. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച കാതലായ ഉപദേശം തങ്ങളെ തന്നെ ത്യജിക്കണം എന്നുള്ളതാണ്. വല്ലതും ലഭിക്കണം എന്നല്ല. അതെന്തുകൊണ്ടാണ്? അങ്ങനെ ത്യജിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹകരമായി പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ യെരൂശലേമും കാത്തിരിക്കുന്നു. ഇവിടെ ഭൗതികമായി ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങളും വെള്ളത്തിലെ കുമ്പള പോലെ അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. നിത്യമായ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് വേണ്ടി കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കർത്താവിനെ പിൻപറ്റുവാനായി തിരിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങളൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. ഇവിടെ കിട്ടുന്ന നല്ല അനുഗ്രഹങ്ങൾ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഭൗതികമായി കാറോ വാഹനങ്ങളോ വീടുകളോ ഉണ്ടെങ്കിൽ യു ആർ ജസ്റ്റ് എ കസ്റ്റോഡിയൻ. നിങ്ങൾ അതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്.
ഇതിൻ്റെ ഇതൊന്നും വിലയുള്ള കാര്യങ്ങളല്ല. പുതിയ യെരൂശലേമിൽ പിതാവുമായി ദൈവവുമായി നിത്യമായി പാർക്കുന്ന ആ അനുഭവമാണ്. അത് വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് നമ്മൾ യാത്രക്കാരായി തീരുകയാണ്. അപ്പോൾ ഒരാളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വൈരമായി പാർക്കുന്ന ഒരാളെ നിങ്ങൾ യാത്രക്കാരനാക്കുകയാണ്. സ്വന്തമായി വീട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങി സന്തോഷമായി ജീവിക്കുന്ന ഒരാളിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? യാത്രക്കാരനായി തീർക്കുക. ഈ കാര്യം അവരെ മനസ്സിലാക്കണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുമ്പോൾ ബട്ടറും ജാമും പുരട്ടി കൊടുക്കരുത്. അപ്പോൾ ഈ ജനങ്ങളുടെ മുമ്പാകെ നമ്മൾ കർത്താവിനെ എങ്ങനെയാണ് പ്രദർശിപ്പിക്കുന്നത്? ഇന്ന് അനേക കർത്താവിൻ്റെ വിലയേറിയ പ്രാസംഗികർ അവരുടെ ഇമോഷനെ വിപ്പപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ പ്രാണനിൽ എന്തെല്ലാം ഉണ്ട്? ദ വിൽ, ദ മൈൻഡ്, ദ ഇമോഷൻ. അവന്റെ ഇമോഷന് മലയാളത്തിൽ എന്താണ് പറയുന്നത്? വികാരം. വികാരത്തെ ഇളക്കി ബുദ്ധിയിലാണ് യേശുവിനെ കൊടുക്കുന്നത്. ആ വികാരത്തെ ഇളക്കുമ്പോൾ അവർ കരഞ്ഞു പോകും. അതല്ല സുവിശേഷം. അവന്റെ പ്രാണനെ ഭരിച്ചിരിക്കുന്ന ജഡത്തെ ജയിച്ചിട്ട് അവന്റെ ആത്മാവിനുള്ളിലിരിക്കുന്ന അവന്റെ വിവേകത്തെ തൊടുന്നതായിരിക്കണം നമ്മുടെ വചനം. ആ വിവേകത്തെ തൊടുമ്പോഴാണ് അയ്യോ ഞാൻ പാപിയാണേ, എനിക്ക് രക്ഷകനെ ആവശ്യമാണ് എന്ന് പറയുന്നത്. ഈ ഹീലിംഗ് മീറ്റിംഗ് എല്ലാം നടക്കുമ്പോൾ നടക്കുന്ന പ്രധാന കാര്യം, ഇന്ന രോഗി സൗഖ്യമായി, ഇന്നടുത്തൊരു രോഗി. അപ്പോൾ ഒരു കുരുടൻ നടക്കുന്നത് കാണുമ്പോഴത്തേക്ക് മറ്റുള്ളവരെല്ലാം കരയാൻ തുടങ്ങും. ഓ, ഈ കുരുടനെ കർത്താവ് സൗഖ്യമാക്കിയല്ലോ. ഒരാൾ വീൽ ചെയറിൽ വന്ന ആൾ എഴുന്നേറ്റ് നടക്കുന്ന കാണുമ്പോൾ എല്ലാവരുടെയും എന്താണ് വിപ്പപ്പ് ചെയ്തിരിക്കുന്നപ്പോൾ? ഇമോഷൻ. അപ്പോൾ എല്ലാവരും കരച്ചിലാണ്. അപ്പോൾ യേശുവിനെ എല്ലാവർക്കും വേണ്ടത് 2 കൈയും അനേകരും പൊക്കിക്കൾ. അപ്പോൾ നാം വിചാരിക്കുന്ന അവരെല്ലാം ആരെ സ്വീകരിച്ചു എന്നുള്ളതാണ്? യേശുവിനെ സ്വീകരിച്ചു. ഇവിടെയാണ് വലിയ തെറ്റ് പറ്റുന്നത്. ഇവിടെയാണ് സാത്താൻ സഭയിൽ കയറുവാൻ വഴിയുണ്ടാക്കുന്നത്. ആകയാൽ നിങ്ങളുടെ പത്രോസിന്റെ പ്രസംഗം നിങ്ങൾ വായിച്ചു നോക്കിക്കാട്ടെ, സ്തിഫനോസിന്റെ പ്രസംഗം വായിച്ചു നോക്കിക്കാട്ടെ, പൗലോസിന്റെ പ്രസംഗം, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം. ഇവരാരും ഇമോഷൻ വിപ്പപ്പ് ചെയ്തിട്ടില്ല. അവരെല്ലാം പാപത്തെക്കുറിച്ച് പറഞ്ഞ് പശ്ചാത്താപം വരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ക്രിസ്തുവിനെ 2 വിധത്തിൽ പ്രസംഗിക്കുന്നു. ഒന്ന്, കൈപ്പിച്ചീരിയോടെ ഒരു കൂട്ടർ കൊടുക്കുന്നു, ബട്ടറും ജാമും കൂട്ടി ഒരു കൂട്ടർ കൊടുക്കുന്നു. ഇതിൽ ആരാ കൂടുതൽ മെജോറിറ്റി ഏതിലാണ്? ബട്ടറും ജാം പാർട്ടിയാണോ കൈപ്പിച്ചീരയാണോ? ബട്ടറും ജാമുമാണ് ഇന്ന് കൂടുതൽ. അത് സാത്താൻ ചെയ്യുന്ന വലിയ തന്ത്രമാണ്. അങ്ങനെ ബട്ടറും ജാമും പുരട്ടി വന്നാൽ അവർ നിലനിൽക്കയില്ല. പ്രിയമുള്ളവരെ, അവർ കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിച്ചു പോകും.